നമസ്കാരം. ജെംസ് വേൾഡിൻ്റെ പുതിയൊരു അധ്യായമാണ്. നമുക്കൊപ്പമുള്ളത് പ്രശസ്ത പ്ലാനറ്ററി ജെമ്മോളജിസ്റ്റ് ശ്രീ ഉണ്ണികൃഷ്ണൻ ശിവാസ് സാർ. നമ്മൾ സംസാരിച്ചുകൊണ്ടിരുന്നത് ഇന്ദ്രനീലത്തെക്കുറിച്ചാണ്. നമ്മൾ അവസാനം പറഞ്ഞു നിർത്തിയൊരു പ്രധാനപ്പെട്ട ഒരു പോയിന്റ് എന്ന് പറയുന്നത് ഇത് വളരെ കുഞ്ഞായിരിക്കുമ്പോൾ തൊട്ട് തന്നെ ധരിച്ചു തുടങ്ങാം. അപ്പോൾ ഇതിൻ്റെ പ്രായം എങ്ങനെയാണത്? ഇപ്പോഴും ചോദിക്കുന്ന ഒരു ആൾക്കാർ ചോദിക്കുന്നത്, ഇപ്പോൾ എനിക്ക് കുട്ടി കൊച്ചുകുട്ടിയാണ്, അല്ലെങ്കിൽ 4 വയസ്സായുള്ളൂ 5 വയസ്സായുള്ളൂ, ധരിക്കാമെന്ന് വെച്ചാൽ ചെറുപ്പത്തിലേ വേണം കൊടുക്കാനായിട്ട്. പക്ഷെ ചെറുപ്പത്തിൽ കൊടുക്കുമ്പോൾ നമ്മൾ കൃത്യമായിട്ടത് ചിലപ്പോൾ ഇതിൻ്റെ ഒരു സെമി പ്രീഷ്യസ് സ്റ്റോൺ ആയിരിക്കും നമ്മൾ കൊടുക്കുന്നത്. ഒന്നാമത് എക്സ്പെൻസീവാണ് ഇന്ദ്രനീലം പോലുള്ള കല്ലുകൾ. അപ്പോൾ അത് കുട്ടികൾ ധരിച്ച് സ്കൂളിൽ പോവുകയൊക്കെ ചെയ്യുമ്പോൾ അത് ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു. പിന്നെ ഇവർക്കെല്ലാം മെറ്റൽസ് മിക്കവാറും ഉള്ളത് നമ്മൾ സിൽവറിലാണ്. അപ്പോൾ പ്രായമുണ്ട്. പ്രായവും ഇതിൻ്റെ പർപ്പസും നമ്മളൊന്ന് ചിന്തിക്കേണ്ടതായിട്ടുണ്ട്. പല കാര്യങ്ങളുടെ കൂട്ടത്തിൽ ചിന്തിക്കേണ്ട ഒരു ഘടകം അതാണ്. പല രത്നങ്ങൾ പലതിനെ റെപ്രസെൻ്റ് ചെയ്യുന്നത്. ഇപ്പോൾ നമ്മൾ ശനി കർമ്മകാരകൻ എന്ന് പറഞ്ഞു, ജൂപ്പിറ്റർ അല്ലെങ്കിൽ വ്യാഴം സ്പിരിച്വൽ ടീച്ചിങ് പ്രീച്ചിങ് ഇതാണെന്ന് പറഞ്ഞു. പക്ഷെ നമ്മൾ ഡയമണ്ട് വരുന്നത് റൊമാൻറ്റിക് സ്റ്റോണാണ്. അപ്പോൾ ഒരു കുട്ടിക്ക് അവിടെ ഡയമണ്ട് ചേരും എന്ന് വിചാരിക്കുക. അവർക്ക് ഒരു 10-12 വയസ്സ് 14 വയസ്സേ ഉള്ളൂ. ഡയമണ്ട് ചേരുമെങ്കിലും നമ്മൾ ആ കുട്ടിക്ക് ആ ഡയമണ്ട് അവിടെ കൊടുക്കുക സജസ്റ്റ് ചെയ്യുന്നില്ല. കാരണം അതൊരു റൊമാൻറ്റിക് സ്റ്റോൺ ആയതുകൊണ്ട്. അപ്പോൾ നമ്മൾ പ്രായം കണക്കിലെടുത്തില്ല അവിടെ കുട്ടികൾക്ക് കൊടുക്കുന്നത് നമുക്ക് അവർക്ക് ബുദ്ധിയും അല്ലെങ്കിൽ അവർക്ക് നോളജ് മെമ്മറിയൊക്കെ കൊടുക്കുന്ന കല്ലുകളുണ്ട്. എമറാൾഡ് പോലത്തെ കല്ലുകളുണ്ട്. അത് സ്യൂട്ടബിൾ ആണോ നമ്മൾ നോക്കും. നമ്മളുടെ ബ്രെയിനുമായിട്ട് കണക്റ്റഡ് ആയിട്ടുള്ള ഒരു കല്ലെന്ന് പറയുന്ന ഓർമ്മയായിട്ട് ബുദ്ധിയൊക്കെ ആയിട്ട് നമുക്ക് പ്രവർത്തിക്കുന്നത് ശരിക്കും ബുധനാണ്. അപ്പോൾ ആ ബുധൻ്റെ സ്റ്റോൺ അവിടെ സ്യൂട്ടബിൾ ആണോ എന്ന് നമ്മൾ ആദ്യം ചെക്ക് ചെയ്യുന്നത്. ഒരു കുട്ടി വന്നാൽ അത് സ്യൂട്ടബിൾ ആണെങ്കിൽ അതേ കൊടുക്കുള്ളൂ. ഡയമണ്ട് അതിൻ്റെ ഒരു കല്യാണപ്രായം എത്തുമ്പോഴോ അല്ലെങ്കിൽ ആ ഒരു ഏജിൽ മാത്രമേ ആ സ്റ്റോൺ നമ്മൾ കൊടുക്കാറുള്ളൂ. പിന്നെ അതുപോലെ തന്നെ ഇപ്പം 75 വയസ്സൊരാൾക്ക് കല്യാണത്തിൻ്റെ സ്റ്റോൺ കൊടുക്കേണ്ട കാര്യമുണ്ടോ? അതുമില്ല. അപ്പോൾ ഇത് പ്രായം ഒരു തരത്തിലുണ്ട്. പക്ഷേ ഇൻ ജനറൽ നോക്കിയാൽ ഒരു മൾട്ടി വൈറ്റമിൻ പോലെയാണ് കല്ലുകൾ വർക്കൗട്ട് ചെയ്യുന്നത്. നമ്മളൊരു എക്സസൈസ് ചെയ്യുന്നല്ല, ഫുഡ് കഴിക്കുന്ന നമ്മുടെ ശരീരത്തിൻ്റെ ഹോൾ ബോഡിക്ക് വേണ്ടിയിട്ടാണ്. അപ്പം നമുക്കൊരു പ്രത്യേക പർപ്പസിന് വേണ്ടിയിട്ടല്ല നമ്മൾ കല്ല് ധരിക്കുന്നത്. ഒരു കാലഘട്ടത്തിലേക്ക് കുറച്ച് കാലത്തേക്ക് അല്ലെങ്കിൽ ഒരു ജോലി കിട്ടാൻ അങ്ങനെ രത്നങ്ങളില്ല. നമ്മൾ കഴിക്കുന്ന ഭക്ഷണം പോലെ തന്നെയാണ് രത്നങ്ങൾ നമ്മൾ എനർജൈസ് ചെയ്യുക ചെയ്യുന്നത്. മനസ്സിലായില്ല? അത് നമുക്ക് കലാകാലങ്ങളായിട്ട് ഉപയോഗിക്കാം. പിന്നെ ഈ ഭൂമിക്കടിയിൽ ഉണ്ടായി വരുന്ന രത്നങ്ങൾ ഒരിക്കലും തേയ്മാനം സംഭവിക്കത്തില്ല. ഇത് ജനറേഷൻ ടു ജനറേഷൻ എത്ര ജനറേഷൻ വേണം നമുക്ക് ഉപയോഗിക്കാം. ഇത് മില്യൺസ് ഓഫ് ഇയേഴ്സ് കൊണ്ടാണ് ഒരു കല്ല് ഭൂമിയിലുണ്ടാകുന്നത്. അതൊരു ഷോർട്ട് പീരീഡിൽ ഉപയോഗിച്ച് കഴിയുമ്പോൾ അതിൻ്റെ പവർ ഒന്നും ഒരിക്കൽ പോലും പോകത്തില്ല. ആൾക്കാർക്ക് ഭയങ്കര സംശയം അത്. അതിൻ്റെ പവർ പോയില്ലേ 10 വർഷമായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഒരിക്കലും എങ്ങനെ പോകുന്നത്? ഇപ്പോൾ ഈ ഇന്ദ്രനീലത്തിൻ്റെ കാര്യത്തിലേക്ക് വന്നാൽ ഇത് ധരിക്കുമ്പം ഏതൊക്കെ മെറ്റലാണ് സാധാരണ സജസ്റ്റ് ചെയ്യാറ്? ബ്ലൂ കല്ലുകൾ അല്ലെങ്കിൽ ലൈറ്റ് ബ്ലൂ കളർ അല്ലെങ്കിൽ ഡാർക്ക് ബ്ലൂ ഒക്കെ ആകുമ്പോൾ വൈറ്റ് മെറ്റലാണ് ബെസ്റ്റ്. അതിൽ സിൽവറാണ് ഏറ്റവും ബെസ്റ്റ്. ഇപ്പോൾ ഗോൾഡൊക്കെ ഭയങ്കര നമുക്ക് എത്തിപ്പിടിക്കാൻ പറ്റാത്ത വിലയായി. ഇന്ദ്രനീലം തന്നെ നല്ല വിലയുള്ളൊരു ഇന്ദ്രനീലം സാധാരണ വിലയുള്ള കല്ലാണ്. മനസ്സിലായി? ഇപ്പം നമുക്ക് അവൈലബിലിറ്റി അനുസരിച്ച് ഇപ്പോൾ ആഫ്രിക്കയിൽ നിന്നും ബ്രസീലിൽ നിന്നും ഒക്കെ വരുന്ന കല്ലുകൾക്ക് അവൈലബിലിറ്റി ഉണ്ട്, ഇഷ്ടംപോലെ ഉണ്ട്. അതിനനുസരിച്ച് വില കുറവാണ്. അത് ശ്രീലങ്കൻ സഫയർ വില കൂടുതലായിരിക്കും, കാരണം അതിന് അവൈലബിലിറ്റി ഇല്ല. ഓക്കെ. അതുപോലെ തന്നെ ഇതിൻ്റെ ഇപ്പം പ്രായത്തിൻ്റെ കാര്യം സാർ പറഞ്ഞു. ഇത് എത്ര ക്യാരറ്റ് എന്നാണല്ലോ ഒരു പൊതുവെ പറയുക? ഭാരം അത് ഒരു പ്രാധാന്യമുള്ളൊരു കാര്യം. ക്യാരറ്റ് എന്ന് പറഞ്ഞാൽ CARAT ആണ്. അതായത് 200 മില്ലിഗ്രാം ഒരു ക്യാരറ്റാണ്. അപ്പോൾ അതിൻ്റെ തൂക്കം നമ്മൾ ആ ബർത്ത് ചാർട്ടിലെ ഗ്രഹങ്ങളുടെ പവർ, രശ്മികളുടെ ബലം ഒക്കെ അനുസരിച്ചിട്ടാണ് കൊടുക്കുന്നത്. പിന്നെ നമ്മൾ ചിലപ്പോൾ ബോഡി വെയ്റ്റ് നമ്മൾ കൺസിഡർ ചെയ്യാറുണ്ട്. അത് ശരി. എന്തായാലും നമുക്ക് കൂടുതൽ കുറച്ചുകൂടി വിശദാംശങ്ങളിലേക്ക് കിടക്കാം അടുത്ത ആഴ്ച അല്ലേ? താങ്ക് യു.